എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫിൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ലേറ്ററൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു അടിപൊളി സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് കത്താത്ത ലേറ്റർ ആയിരുന്നു അല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മൾ മരിച്ചവരുടെ മേലെയാണ് കത്തിക്കുന്നത്. സോറി. ഓക്കെ, എല്ലാവർക്കും സോറി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം. ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു പവർഫുൾ സിഗറേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിക്കുകയാണ്. സോറി ഗൈസ്, അങ്ങനെ ഞാൻ തിരി കഴിപ്പിച്ചിട്ടോ അറിയാതെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ തിരി കളഞ്ഞു പോയി. ഞാൻ കത്തിച്ച് അതിൻ്റെ തിരിയായി പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വെറുതെ ഒന്ന് പുറത്ത് പോയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കുപ്പി കിട്ടി. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. ഇത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഏതായാലും കേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം. ഇത് വേണം, ഇത് കുഞ്ഞനായി പോയില്ലേ. അപ്പോൾ അച്ചാറ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമുക്കതിനായിട്ട് ചെയ്യാം. ഈ കുപ്പിയല്ല കേട്ടോ നമ്മൾ എടുക്കുന്നത്, നമ്മൾ അതിനെക്കാട്ടി വലിയ ഒരു കുപ്പിയാണ്. പിന്നെ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, നമ്മൾ ഈ കുപ്പിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ്, നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഇതിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡേഞ്ചറായ സ്ഥലത്ത് നിന്ന് മാറിക്കണമെന്നോ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ചെയ്യരുതെന്ന് പറയാം. നമ്മൾക്ക് കുട്ടിയാണ്, അല്ല ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞുതരാം. എന്താ റെക്കോർഡ് അപ്പോൾ ഓക്കെ, നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ചില്ല് കുപ്പിയാണ്. നമ്മൾ നേരത്തെ കാണിച്ചത്. പിന്നെ മുത്തുകൾ, പിന്നെ എണ്ണ, മെഴുകുതിരിയുടെ ഇത്തിരി കഷ്ണമായാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ട്, പിന്നെ നൂല് വേണം, പിന്നെ ലിറ്റർ കത്തിക്കാനും. അപ്പോൾ നമ്മളുടെ സാധനമൊക്കെ ഏകദേശം കറക്റ്റായി, ഫുള്ള് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്രൈപോഡ് വന്ന് അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് ഊരിയെടുത്ത് എന്താ പറയുക, ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സെൽഫി സ്റ്റിക്കിൻ്റെ മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ആക്കട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കലെന്ന് പോവാം. നമുക്ക് മുഖം ഫേസ് കാണിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം തന്നെ ലൈക്ക് അടിക്കാം, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. പിന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആ വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്കത് ഉണ്ടാക്കാനായിട്ട് പോവാം. ഇത്ര സാധനങ്ങൾ മാത്രം മതി. നമ്മൾ കുഞ്ഞിക്കൈയിൽ ഫുഡ് കളർ എടുത്ത്, പിന്നെ മുത്തുകൾ, മുത്ത് കട്ടുള്ളതുണ്ട് കട്ടില്ലാത്തതുണ്ട്. പിന്നെ കട്ടർ, ഇത് മെഴുകുതിരി, കുപ്പിയുടെ ഗ്ലാസ്, വെള്ളം. ഇനി നമുക്ക് എണ്ണയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് എണ്ണയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൈക്കൊന്ന് പ്ലഗ് ചെയ്യട്ടെ കേട്ടോ. നമുക്ക് ഇനി ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഓരോ മുത്ത് വീതം ഇങ്ങനെ കുറച്ച് വെള്ള ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കനമുള്ള മുത്താണോ, അടിയിൽ ഇപ്പോൾ താഴ്ന്ന് കിടക്കുന്ന തരം മുത്താണോ, അല്ലെങ്കിൽ സീനാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിട്ടാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, കിട്ടുന്നില്ല. നിങ്ങളെ നോക്കിക്കൊണ്ടിടുമ്പോൾ എനിക്ക് എന്താ പറയുക, നേർക്കാണ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം ഇത്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ കുപ്പിയുടെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചവെള്ളം ഏകദേശം ഇത്ര കണക്കിന് ഒഴിച്ചാൽ മതി. നമുക്ക് അതൊന്ന് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ വല്ല ചെറിയതായ സ്കെച്ച് കളറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊന്ന് മുക്കി ഇളക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് കളറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫുഡ് കളറില്ലാത്ത സ്കെച്ച്, ഏതെങ്കിലും പഴയ സ്കെച്ചായാലും കളർ ഉണ്ടാവല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത്തിരി കട്ടി കുറഞ്ഞ ഏതെങ്കിലും കളർ ഉണ്ടായാൽ മതി. അതായത് വിചാരിയിട്ട് ഒരു തുള്ളിയുടെ പകുതി ഓക്കെ, അത്രയൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് കളർ ഇട്ടു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കുകയാണ്. ഓക്കെ, ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഇളക്കി. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ ഈ കനം കുറഞ്ഞ മുത്തുകൾ ഉണ്ടാവും. അതായത് ഇവിടെ ഇങ്ങനെ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കനം കുറഞ്ഞ മുത്തുകൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചിലതൊക്കെ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരിച്ച വെള്ള ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ജസ്റ്റ് ഇതാ ഞാൻ കാണിച്ചുതരാം. ഇതേപോലത്തെ മുത്തുകളാണ്. ഞാൻ ഫോക്കസ് ആക്കാൻ വേണ്ടി അടുത്തേക്കൊന്ന് വരാം. ഇതേപോലത്തെ മുത്തുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനായിട്ട് വേണ്ട മുത്തുകൾ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മേലെ പൊങ്ങി കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, കാരണം കുഞ്ഞി മുത്താണ്. ഓക്കെ, അത് കുഞ്ഞിരാപ്പി മുത്താണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത്ര മതി ഏകദേശം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ഇത്തിരി ഇവിടെ കുറച്ച് ഇത്രയൊക്കെ മതി എണ്ണ ഒഴിക്കണം. ഓക്കെ, എണ്ണ ഞാനതൊന്ന് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കട്ടെ, വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്തിരി ഇവിടെ തൊട്ട് ഇവിടെ എണ്ണയാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിലേക്ക് ഈ എണ്ണ മുക്കിയ കോട്ടൺ ശീല ഞാൻ നേരത്തെ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്ന അതേപോലുള്ള കോട്ടൺ ശീല നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എണ്ണ മുക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. മൈക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് തിരിക്കുകയാണ്. എനിക്ക് റോളാക്കാനൊന്നും അധികം അറിയില്ല, അതായത് ഞാൻ ഒന്ന് റോളാക്കാണ്. അപ്പോൾ ഞാൻ വെറുതെ റോളാക്കാണ്. ഞാനിപ്പോൾ എൻ്റെ ഉരുത്തൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് ആക്കണം. ഇവിടെ സെൻറ്റർ ആയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് തിരിയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ചുറ്റും മെഴുകുതിരി ഒട്ടിച്ച് ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ചെയ്താൽ സീനാണ്. അടിയിൽ ടേബിളാണ്, ടേബിളിൻ്റെ ഷീറ്റ് ഉരുകി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തു. അപ്പോൾ അവൻ ആ പണിയൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോസ് കൃത്യം 5 മണിക്കായിരിക്കും. ഓക്കെ, അപ്ലോഡിങ്. അപ്പോൾ കൃത്യം നമ്മൾ 5 മണിക്കായിരിക്കും നമ്മളുടെ വീഡിയോ വരുന്നുണ്ടെങ്കിൽ 5 മണിക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ചിലക്ക പോടുന്നു ഒന്നാ വേണ്ട, ആയിക്കോട്ടെ, ഞാൻ വിടുന്നില്ല. ഒന്ന് പോടാ, പലതും പറയട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ പറഞ്ഞതിൽ കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 5 മണിക്കാണ് വിടാം. ഓക്കെ, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തിരി കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ ഇതൊന്ന് കത്തിക്കാണ്. ഓക്കെ, ആരെന്നെ വിളിക്കുന്നുണ്ടെന്ന് കത്താത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് നേരം പിടിച്ചിട്ടോ കത്തിക്കാൻ. ഇതൊന്ന് ഇവിടെ പ്ലേസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട്? ഈ അടിപൊളിയാണ്.
അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ മോഡലാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ മണ്ണെണ്ണ വിളക്കിൻ്റെ പോലെ. അപ്പോൾ എന്തായാലും ലൈക്ക് അങ്ങനല്ല, ഞാൻ നേരിട്ട് തന്നെ വരാം. ഇത് ഇന്നലെ രാത്രി എടുത്ത ആണ്. ഞാൻ ഇന്നെടുത്ത ഞാൻ കാണിച്ചു തരാം. ഉറങ്ങാനായിട്ട് പോവാണ്. നമ്മൾ ഒരു അടിപൊളി മാങ്ങൻ്റെ ഇത് കൂട്ടിയിട്ടാണ്. ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസിന് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നോക്കട്ടെ കേട്ടോ, കിട്ടുകയാണെങ്കിൽ മാത്രമേ കൊടുക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ പക്ക 100% എന്താ പറയുക, നാട്ടു രുചി എന്നാണ് ചേട്ടൻ്റെ പേര് തോന്നുന്നു. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കുടിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഇതാണ് അതിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. ഇതാ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ 35 രൂപ. ഓക്കെ, കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. SS ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയുന്ന അവരുണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം. ഗൈസ്, രാവിലെ ആയതുകൊണ്ടെന്ന് പറയില്ല, എൻ്റെ മുഖത്തിന് തെളിച്ചൊന്ന് പോരൊക്കെ എണീച്ച് പല്ലേച്ച് നിസ്കരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചായ കുടിച്ചിട്ടോ, കാൽ ചായ കുടിച്ചു. ഇത് നമ്മളുടെ മുളകിൻ്റെ തൈയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് അല്ല തമ്പനയിലിൻ്റെ പിക്ക് എടുത്തിട്ട് എത്രയും പെട്ടെന്നൊന്ന് ഫോട്ടോ. ഓക്കെ, തമ്പനയിലിൻ്റെ പിക്ക് എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഒന്ന് ഞാൻ എടുത്തോട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല പോസിറ്റീവായ കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എന്താ പറയുക, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ.